പ്രാർത്ഥിക്കാൻ കാരണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ഒരുപാട് കഷ്ടപ്പാടുകൾ. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളെ പലപ്പോഴും നമ്മൾ പല രീതികളിൽ ദൗർഭാഗ്യമായി പരിഗണിക്കാറുണ്ട്. മനുഷ്യർ അതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാറുണ്ട്. ഇബ്നു തൈമിയ്യ അദ്ദേഹം സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, പല സലഫുകളും പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തും. ആ സങ്കടങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ പറയും. ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ യാചിക്കും. ആ പ്രതിസന്ധികൾ പരിഹരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ കണ്ണുനീരോടുകൂടി പോയി നിൽക്കും. അതിനേക്കാൾ വലിയ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണുള്ളത്? ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കുന്ന വളരെ ആഴമുള്ള ഒരു പ്രസ്താവനയാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ മുന്നിൽ കണ്ണ് നനച്ച് കൽബ് തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ വർത്തമാനം പറയുന്ന, സഹായം തേടുന്ന, യാചിക്കുന്ന, ഇരക്കുന്ന, രക്ഷയഭ്യർത്ഥിക്കുന്ന, പരിഹാരം അഭ്യർത്ഥിക്കുന്ന സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന്. അത് പലപ്പോഴും കേവലമായ ഭൗതികമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. വലിയ വീടുണ്ടാകുന്നതോ വാഹനം ഉണ്ടാകുന്നതോ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നതോ അല്ല. അള്ളാഹുവിനോട് മിണ്ടിപ്പറഞ്ഞിരിക്കുന്ന നേരങ്ങൾ, അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന നേരങ്ങൾ, അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി താണുകേണ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. കാരണം ആ സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അടിമുടി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കുന്നത്, നാളെ പരലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് നിമിത്തമാകുന്നത് ആ സമയങ്ങളാണ്. അതുകൊണ്ട് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവനിലേക്ക് കൈകൾ ഉയർത്താൻ വേണ്ടി, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമയാണ് നമ്മൾ എന്നതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഓടിച്ചെന്ന് നമ്മൾ അത് പറഞ്ഞ് കരയുന്നതിന് വേണ്ടി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി തരുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാകാം അത്തരം പരീക്ഷണങ്ങൾ എന്ന് സലഫ് സ്വാലിഹുകൾ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്.